Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ കണ്ണീര്. ചില ആണുങ്ങൾ ചില ഭാര്യമാർ കരയുന്നത് കണ്ടിട്ട് ആദ്യമൊക്കെ ഭയങ്കര ഒരു സങ്കടമായിരിക്കും. ഫസ്റ്റിലൊക്കെ ഭാര്യമാർ അതെല്ലാവർക്കും ഉള്ളതായിരിക്കില്ലേ. ഭാര്യമാരിങ്ങനെ കരയുമ്പോൾ ഇങ്ങനെ ഫസ്റ്റിലൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ആ വിഷമം മാറ്റാൻ വേണ്ടി നോക്കും ഒക്കെ ചെയ്യും. പിന്നെ ഒരു കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ അതൊക്കെ എപ്പോഴും ഉള്ളതാണ്. ആ കരച്ചിലൊന്നും ഒരു വിഷയമാക്കണ്ടെന്ന് കരുതിയിട്ട് വിടുന്നവരുമുണ്ട്. കാരണം അതൊരു ലോജിക്കാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് കണ്ണുനീര്, അല്ലേ? ചിലരോട് ചോദിക്കും, ഇത് എവിടെ നിന്നാണോ പൊട്ടി വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇതെന്താ ഇപ്പം ഞാൻ ഈ സംസാരിക്കാൻ പോണത്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ ആണ് കാണുന്നുണ്ടാവും, പെണ്ണ് കാണുന്നുണ്ടാവും, ആരായാലും എൻ്റെ ചോദ്യം ഇതാണ്. ഈ കണ്ണുനീര് എന്ന് പറയുന്ന ഒരു വിഷയം പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതാണോ? ഒരിക്കലല്ല. അത് ആണിനും വരുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു മൂവിയിലൊരു ഡയലോഗ് പറയാം. ശ്രീനിവാസന് ഒരു മൂവിയിൽ പറയുന്നുണ്ട് ജയറാമിനോട്. മൂവീൻ്റെ പേര് 5-ൽ ഒരാൾ അർജുനൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല. അതിൽ പറയുന്നുണ്ട്, എന്താണ്, നമ്മൾ ആണുങ്ങൾ കരയാൻ പാടില്ലടോ. പെണ്ണ് കരയുമ്പോൾ നെഞ്ച് നിവർത്തി നിന്ന് കൊടുക്കണം. പെണ്ണുങ്ങൾ കരയുമ്പോൾ ആണുങ്ങൾ കരയാൻ പാടില്ലടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ അതേപോലെ തന്നെ സങ്കടങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, ടെൻഷൻസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, എല്ലാം അവർക്കും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മാനസികമായിട്ടുള്ള ബലം ആണിന് കൊടുത്തിട്ടുണ്ട്, ശാരീരികമായിട്ടുള്ള ബലം സ്ത്രീക്കും പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. ഈ ശാരീരിക ബലം എന്ന് പറയുന്നത് ആണിൻ്റെ അത്ര സ്ത്രീക്ക് ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഡെലിവറി പോലുള്ള വിഷയങ്ങൾ താങ്ങാനുള്ള ശക്തിയാണ് കേട്ടോ പറഞ്ഞത്. ഇനി അത് പറഞ്ഞതിന് ഓരോരുത്തർ കമൻ്റായിട്ട് വരണ്ട. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആണുങ്ങൾ കരയണം. അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരും കരയണം. ഇപ്പം ആണുങ്ങൾ കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുമ്പം സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങളങ്ങോട്ട് അങ്ങാടി കണ്ടുപോകും, നിങ്ങളെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് തീർക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് വലിക്കും, അല്ലെങ്കിൽ ചിലർ ഡ്രിങ്ക്സും കഴിക്കുന്നവരുണ്ടായിരിക്കും, അല്ലേ? അവർക്ക് കരയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലല്ല അവർ ഇതിലോട്ടൊക്കെ പോകാണ്ടിരിക്കുള്ളൂ. ഇവർക്ക് ഈ ആണുങ്ങൾക്ക് വരുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും, കരഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കരുതും. സ്ത്രീ ആണെങ്കിൽ പബ്ലിക്കായിട്ടും കരയാം. ഒരു മരണ വീടായാൽ പോലും ചിലപ്പോൾ ആണുങ്ങൾ കരയുന്നുണ്ടാവും, അതിനൊരു സൈലൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ സ്ത്രീക്ക് അലമുറയിട്ട് കരയാം, അതിനാരും ഒന്നും പറയില്ല. അപ്പം ഇതൊരു റൂളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഏതൊരു സ്ത്രീക്ക് ഒരുപാട് അവകാശങ്ങൾ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരുപാട് അവകാശങ്ങൾ പറയുന്ന പോലെ തന്നെ ഇതും ഒരു റൂളായിട്ട് മാറി എല്ലാവർക്കും. ശരിയല്ല? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരും കരയട്ടെ. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അല്ലെങ്കിൽ ആസ് പെർ ഒരു ആണുങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കരയണം. ആരുടെയൊക്കെ മുന്നിലെന്നറിയോ? പ്രസവം, അതായത് പ്രസവം എന്നല്ല, നിങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മാൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ കരയാം. നിങ്ങൾക്ക് ജന്മം തന്ന ഉപ്പാൻ്റെ മുന്നിൽ ഒരു മടിയും കൂടാതെ കരയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുന്നിൽ, ഈ 3 ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മനസ്സ് തുറന്ന് കരയാം. ഞാൻ ഈ പറയുന്നതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? കരയണം. നമ്മൾ ഇപ്പം ഈ സയൻസ്, അതായത് ഇപ്പോഴത്തെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കരഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ നമ്മൾ കരഞ്ഞു തന്നെ തീർക്കണം. നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന മാനസിക പിരിമുറുക്കം കാരണം നമ്മൾ വേറെ പല വഴികളാണ് നമ്മളത് സ്ട്രെസ്, ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേറെ പല വഴികളായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഭാര്യയുമായിട്ടൊരു പ്രശ്നമുണ്ട്. പക്ഷെ ആ ഭാര്യയുടെ മുന്നിൽ ഇവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു കണ്ണുനീര്, അല്ലെങ്കിൽ ആ ഒരു വിഷമം തീർക്കുന്നത് വേറൊരു വഴിയിലൂടെ ആയിരിക്കും. അല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാനിതൊരു പറയുന്നത് ഒരു പോയിന്റ് ഓഫ് വേയിലാണ്. ഒരിക്കലും എല്ലാ രീതിയിലും ഒരാണ് സ്ട്രെസ് തീർക്കുന്നത് പല രീതിയിലായിരിക്കും. അതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടല്ല.
അപ്പം ആണായാലും വിഷമം വന്നാൽ കരഞ്ഞു തീർക്കണം. അപ്പം മാത്രമാണ് മനസ്സിൻ്റെ ഭാരം അങ്ങ് കളഞ്ഞ് അല്ലെങ്കിൽ ഒഴിവായി പോകത്തുള്ളൂ അല്ലേ. അല്ലാതെ പെണ്ണ് മാത്രമേ കരയാൻ പാടുള്ളൂ, കരച്ചിൽ പെണ്ണിന് പറഞ്ഞതാണ്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഒരു കേസ് വെച്ച് നോക്കുമ്പം എന്തെങ്കിലും ചില സ്ത്രീകളുണ്ടാവും, എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിയാൽ മതി പെട്ടെന്ന് അങ്ങ് കരയും അല്ലേ. ഇപ്പം ഞാനൊക്കെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവാണ്. എനിക്ക് ആരെങ്കിലും എൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ വിഷമം പറഞ്ഞ് കരഞ്ഞാലും ഞാൻ കരയും. അത് ചില ആളുകൾ അങ്ങനെ ആയിരിക്കും. അതേ സ്ഥാനത്ത് ചില സ്ത്രീകൾ പെട്ടെന്ന് കരയില്ല. ഇപ്പം എൻ്റെ വലിയ സിസ്റ്റർ അത്ര പെട്ടെന്ന് കരയുന്ന ടൈപ്പല്ല, പക്ഷെ കരഞ്ഞു കാണുമ്പോൾ നമുക്ക് വിഷമം വരും. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ടായിരിക്കും. ഇപ്പം ആണുങ്ങൾ തന്നെ എന്തെങ്കിലും വിഷമം വന്നാൽ ആരുടെ മുന്നിൽ നിന്ന് കരയാൻ അവർക്ക് മടി കാണില്ല. ചില ആണുങ്ങൾ വളരെ റെയറായിരിക്കും അങ്ങനത്തെ ആണുങ്ങൾ. പക്ഷെ 100-ൽ 1%, 2% അങ്ങനെ ആളുകൾ കാണുള്ളൂ. പക്ഷെ ബാക്കിയുള്ള പൊതുവേ ആണുങ്ങളെ എന്നെടുക്കുമ്പം അവർ കണ്ണുനീര് അവർ പുറത്ത് വെച്ച് കഴിഞ്ഞ് ഇപ്പം ആരെങ്കിലും കരയുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പറയും, ഇതൊരാണായിട്ട് ഇരുന്ന് കരയാണോ? ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഒരാണായിട്ട് എന്തേ ആണിന് കണ്ണീര് പടച്ചോൻ കൊടുത്തിട്ടില്ലേ? അപ്പം ഞാനിത് പറയുമ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സ്ത്രീ ആയിട്ട് ആണിനെ സ്ത്രീ ആയാലും ആണിൻ്റെ ശരിയും കാണണം, പെണ്ണിൻ്റെ ശരിയും കാണണം. ആണായാലും പെണ്ണിൻ്റെ ശരി കാണണം, ആണിൻ്റെ ശരി കാണണം. അത് അങ്ങനെ തന്നെയല്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ തോന്നി. സോ നിങ്ങളുടെ ഇണ എന്തെങ്കിലും സ്ട്രെസ്സായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. ഇഫ് ഹീ വാണ്ട് ടു ക്രൈ മീൻസ് ലെറ്റ് ഹിം ക്രൈ. അവരെ കരയാൻ അനുവദിക്കുക. ഞാൻ പറഞ്ഞ ഈ 3 വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവില്ല. നിങ്ങൾ ജീവിതം മുന്നോട്ട് വിജയിച്ച് തന്നെ പോവേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളുടെ മനസ്സ്, ഇപ്പം ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. നമുക്ക് ആരോഗ്യമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് നിൽക്കേണ്ട. ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യന് ടെൻഷനുകൾ ഉണ്ടാവും. ഓരോ പ്രായത്തിലും അവരുടേതായ ടെൻഷനുകൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ഇണയായാലും ഭർത്താവ് ഭാര്യയായാലും ഭാര്യ ഭർത്താവ് ഏത് റിലേഷൻ ആയാലും ഉമ്മയായാലും ഉപ്പയായാലും ഒരാണ് കരയുമ്പോൾ കൂടെ നിന്ന് എന്ത് പറ്റിയെന്ന് ചോദിച്ച് കൂടെ തണലായി നിൽക്കുക. അതൊരു സ്ത്രീക്ക് മാത്രമല്ല, ആ തണൽ ചില സമയങ്ങളിൽ ഒരാണിനും ആവശ്യമുള്ളതായിട്ട് വരും. ഇപ്പോൾ നമ്മളുടെ സ്വന്തം ഭർത്താക്കന്മാർ അവരൊരു ടെൻഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് താങ്ങായി നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭാര്യമാരെന്ന് പറഞ്ഞു നിൽക്കുന്നത്? ഇതൊക്കെ പറയുമ്പോൾ വലിയ ഡയലോഗ് അടിക്കുക എന്നൊക്കെ പറയും അല്ലേ. ഡയലോഗ് അടിക്കല്ല, യാഥാസ്ഥികത പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ വേർഡ് ശരിയല്ലേ, യാഥാസ്ഥികത. അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ചിലർക്ക് അത് ഡയലോഗ് അടിക്കുകയാണെന്നൊക്കെ തോന്നും. ഓക്കെ. അപ്പോൾ എത്ര പേര് ഈ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ട് അവരെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത